മലപ്പുറം തൂവൂരിൽ ലഹരി മാഫിയ സംഘത്തെ പിടികൂടി പോലീസിലേൽപ്പിച്ച ക്ലബ്ബ് പ്രവർത്തകർ, തൂവൂരിലെ ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർക്ക് നേരെ ഈ ലഹരി മാഫിയ സംഘത്തിന്റെ ഭീഷണി നിരന്തരമുണ്ടാകുകയും അതിൽ പരാതി കൊടുത്തിട്ടും പോലീസ് നടപടി എടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ മീഡിയ വൺ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തുവിടുകയും അതിൽ പോലീസ് പിന്നീട് നടപടിയെടുക്കാമെന്നുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ തൂവൂരിലാണ് നമ്മളുള്ളത്. തൂവൂരിലെ നാട്ടുകാരും ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ക്ലബ്ബ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പം നമുക്ക് ക്ലബ്ബ് ഭാരവാഹികൾ ചോദിച്ചതിന് തുടങ്ങാം. ഈ ഒരു പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിച്ചാണ് ഇവരെ പിടികൂടിയത്. അതിനുശേഷമാണ് പിടികൂടി അവരെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഈ ഭീഷണി വന്നു തുടങ്ങിയത്. അതെ, ഇങ്ങനെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും അതിൽ ഇവിടുത്തെ ഗാലക്സി ക്ലബിന്റെ അധികം ആളുകളും അതിൽ പങ്കാളികളാവുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നതിന് മുമ്പേ അറിയാമെങ്കിലും കണ്ടെത്തിയത്. അവരെ പിടിച്ചുകൊണ്ട് നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചു. അതിനുശേഷമാണ് അന്ന് തന്നെ ഒരു ഭീഷണി വന്നു. അത് നമ്മൾ പോലീസിൽ പരാതിപ്പെട്ടു. പക്ഷെ അതിനെതിരെ ഒരു നടപടിയൊന്നും സ്വീകരിക്കുന്നത് കണ്ടില്ല. പിന്നെ വീണ്ടും ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഭീഷണി വരികയും ഫോൺ കോൾ വരികയും, അപ്പോൾ അത് വീണ്ടും പോയിട്ട് പരാതിപ്പെട്ടു. പക്ഷെ അതിലും നടപടിയില്ല. ഇന്നലെ രാത്രി വീണ്ടും നമ്മൾ പോയിട്ട് ഒരു പരാതി കൂടെ അവർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് പോലീസ് പറയുക? അന്ന് 14-ാം തീയതി കൊടുത്ത പരാതിയിൽ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലെ വാർത്ത വന്നതിന് ശേഷം, മീഡിയ വൺ വാർത്ത പുറത്തു വന്നതിന് ശേഷം പോലീസ് വന്നതായി പറയുന്നത്. അതെ, അതിനുശേഷമാണ് കുറച്ചും കൂടെ ഒരു ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇന്നലെ ഇപ്പം പ്രതികളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഈ പരാതി കൂടെ വെച്ചിട്ട് നമ്മൾ ആ പ്രതികളെ ഉടനെ തന്നെ പിടികൂടും. അതിന് ചാനലുകളുടെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ടീച്ചർ കൂടി ചേരുകയാണ്. അന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു 14-ാം തീയതി പരാതി കൊടുത്തിരുന്നല്ലേ? അതിനകത്ത് പോലീസ് നടപടിയൊന്നും എടുത്തില്ലേ? അതിനകത്ത് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അവര് അന്ന് പറയുന്നത് ഫ്രോഡ് നമ്പറാണ്, പിന്നെ എങ്ങനെ നമുക്ക് എങ്ങനെ നടപടി എടുക്കാമെന്നാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ എങ്കിലും അതിന് ശേഷം ഇപ്പോൾ ബഷീറിനെ നിരന്തരം പല നമ്പറിനും ഭീഷണിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തെ വകയിരുത്തും, അദ്ദേഹത്തിന്റെ ഫാമിലിയെ വകയിരുത്തും എന്നൊക്കെ പറഞ്ഞു കണ്ട്. പക്ഷെ എങ്കിലും വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവർ തീർത്തും നടപടിയെടുക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും പ്രതികളെ എന്തായാലും അവർക്കറിയാം. അപ്പോൾ വൈകാതെ തന്നെ നടപടി ഉണ്ടാവും. എനിക്ക് പറയാനുള്ളത് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും എത്രയും പെട്ടെന്ന് പ്രതികളെ പിടികൂടി അവർക്ക് വേണ്ട ശിക്ഷ കൊടുത്ത് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഗാലക്സി ക്ലബ്ബ് അംഗങ്ങൾ ഇവർക്ക് തീർത്തും പ്രൊട്ടക്ഷൻ വേണമെന്ന് തന്നെയാണ് പറയുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാവും. പ്രധാനമായിട്ടും നമുക്ക് ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകൾക്കും പഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ടും പിന്തുണയും ഉണ്ടായിരിക്കും. ഇപ്പം ഈ ഭീഷണി നേരിട്ട ആള് ഈ ബഷീർ, ഈ ക്ലബ് അംഗമായിട്ടുള്ള ബഷീർ, അദ്ദേഹത്തിന്റെ ഫോണിലേക്കാണ് നിരന്തരമായി കോളുകൾ വന്നുകൊണ്ടിരുന്നത്. ഇവർ പുറത്തിറങ്ങി അന്നു മുതലേ ഇങ്ങനെ കോളുകൾ വരുന്നുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം എനിക്ക് രാത്രി 11 മണിയായപ്പോൾ ഫസ്റ്റ് കോൾ വന്നു. വകവരുത്തും ബഷീർ അല്ല എന്നൊക്കെ പറഞ്ഞ് വകവരുത്തുന്നൊക്കെ പറഞ്ഞ് കോൾ വന്നു. അപ്പം തന്നെ സ്റ്റേഷനിക്ക് ഇവിടുന്ന് വിളിച്ചു പറയുകയും ഒരു മണിക്കൂറിന് ശേഷം പോലീസ് ഇവിടെ വന്ന് അന്വേഷിച്ച് പോയി. എന്നിട്ട് അവർ പറഞ്ഞു പിറ്റേ ദിവസം വന്ന് കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കൊടുത്ത് 5-6 ദിവസം കഴിഞ്ഞിട്ടും അതിനൊരു നടപടി അവരാരും എടുത്തിട്ടില്ല. പിന്നെയാണ് മിനിയാന്നുണ്ടായിരുന്ന സംഭവം. അന്ന് എനിക്ക് വന്ന 38 പ്രാവശ്യമാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. 38 പ്രാവശ്യം. രാത്രിയാണ് അല്ല, ഒരു 5:30 ആയപ്പോൾ തുടങ്ങിയാണ് മിനിയാന്ന്, 5:30 മുതൽ. എന്നിട്ട് പോലീസിനെ വിളിച്ചപ്പോൾ പോലീസ് ഇവിടെ വന്നപ്പോൾ 8 മണി, 5:30 വിളി തുടങ്ങിയിട്ടും പോലീസ് വന്നപ്പോൾ 8 മണിയായിട്ടുണ്ട്. അപ്പം തന്നെ SI സാറിൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് വിളിച്ച നമ്പറിൽ നിന്ന് അവർ വിളിച്ചു. പക്ഷേ SI സാറിനും നല്ല അനാവശ്യമാണ് കിട്ടിയത്. പക്ഷെ എന്നിട്ട് പോലും അവർ ആ ലൊക്കേഷൻ നോക്കാനോ അതിനെ വൈത്തല പോകാനോ ഒന്ന് സജ്ജായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്രയും ഇന്നിപ്പോൾ 2 ദിവസം കഴിഞ്ഞു. ഇനിയും ആ പ്രതികളെ കുറിച്ചിട്ട് അവർക്കൊരു സൂചനയും കിട്ടിയിട്ടില്ല. പ്രതികളെ കിട്ടിയ സൂചന ഞങ്ങൾ കൊടുത്തിട്ടാണ്. ആ നമ്പർ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോളോ ചെയ്തു. അപ്പോൾ പ്രതികൾ ഇന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പോലീസ് പറയുന്നു ഇന്ന് നടപടി ഉണ്ടാവുന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. പിന്നീട് കോൾ വന്നിരുന്നു. അപ്പോൾ ഇന്നലത്തിന് ശേഷം ഈ വാർത്തക്ക് വന്നതിന് ശേഷം ഇല്ല, അതിന് ശേഷം വന്നിട്ടില്ല. ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടെ ഇവിടെയുണ്ട്. ഇപ്പം പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണല്ലോ ഇത്തരത്തിലൊരു സമിതിക്ക് രൂപീകരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ യുവാക്കൾ രംഗത്ത് വരുമ്പം അവർക്കെതിരെ ഭീഷണി ഉണ്ടാകുമ്പം അവരെ കൂടെ നിൽക്കേണ്ടല്ലോ നമ്മളെ. തീർച്ചയായും ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഈ യോഗം ചേർന്നതിന് ശേഷമാണ് നമ്മുടെ ഗാലക്സി ക്ലബിന്റെ പ്രവർത്തകർ
ഈ ലഹരി മാഫിയയെ പിടികൂടുകയും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ തുടർന്ന് ഇവർക്ക് നിരന്തരം ഭീഷണികൾ വന്നു. അപ്പോൾ ഗ്രാമപഞ്ചായത്തിന് പറയാനുള്ളത് ഈ കാര്യത്തിൽ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ തൂവിലെ പൊതുസമൂഹത്തിന്റെ എല്ലാ പരിപൂർണ്ണ പിന്തുണയും ഈ കാര്യത്തിൽ ഇവർക്കുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഇന്നലെ തന്നെ രാവിലെ സ്ഥലം MLAയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അദ്ദേഹം പോലീസിലെ ഉന്നത തലത്തിലുള്ള ആളുകളുമായി സംസാരിച്ചുകൊണ്ട് ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ആളുകളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിന് കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് ഈ പൗരന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ശക്തമായിക്കൊണ്ട് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നമ്മുടെ തുവൂരിലെ ഈ ക്ലബിന്റെ പ്രവർത്തകർക്ക് ഞങ്ങൾ എല്ലാവരുടെയും എന്ത് പിന്തുണയും ആ കാര്യത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ 14-ാം തീയതി പരാതി കൊടുത്തെങ്കിലും പക്ഷെ അതിനകത്ത് പോലീസിന്റെ നടപടി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ മീഡിയ വൺ വാർത്ത വന്നതിന് ശേഷം പോലീസ് കുറച്ചും കൂടി ജാഗ്രത കാണിച്ചു എന്നുള്ള. ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം പിന്നെ പോലീസ് എന്തൊക്കെ നടപടിയാണ് നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം പിന്നെ പരാതി കൊടുത്തു? ആ വാർത്തയ്ക്ക് ശേഷമാണ് പോലീസ് ഇവിടെ എത്തിയത്. അത് വിളിച്ചിട്ടല്ല, അതുവരെ അവർ വരാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ കൺട്രോൾ റൂമിലൊക്കെ വിളിച്ച് പറയുമ്പോൾ പോലീസ് വരുന്നല്ലാതെ മറ്റൊരു കരുവാറുണ്ടൊക്കെ വിളിച്ചതിന് ശേഷം ഒരു പുരോഗതി നടന്നിട്ടില്ല. 14-ാം തീയതി പരാതി കൊണ്ടേ കൊടുത്തു, പ്രസിഡന്റിന്റെ പരാതി കൊണ്ടേ കൊടുത്തു. എന്നാണ്ടല്ലോ ഒരു കൈപ്പറ്റ് റെസീറ്റും കൂടി കൊടുത്തിട്ടില്ല. ഈ കൈപ്പറ്റ് റെസീറ്റ് തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇതിലുള്ള ഒരു ഇത് മനസ്സിലായി. ഉടൻ തന്നെ ഞങ്ങൾ ക്ലബിന്റെ ഒരു പേരിൽ DGPക്ക് പരാതി കൊടുത്തു. അത് നിലവിൽ SP-ക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഇപ്പം പോലീസ് വന്നിട്ട് എന്താ പറഞ്ഞത്? അതിനുശേഷം പിന്നെ ഇന്നലെ വന്ന് നമുക്ക് നോക്കാം എന്നില്ല ഒരു സമീപനമൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. ഇത് ക്ലബ് തന്നെ ഈ നമ്പർ വെച്ച് അന്വേഷിച്ച് ആളുകളെ കണ്ടെത്തി അഡ്രസ്സ് അടക്കം ഇന്നലെ രാത്രി അടക്കം പേര് കറക്റ്റ് അഡ്രസ്സ് 3 പേരെ അഡ്രസ്സ് കൊണ്ടേ കൊടുത്തു. അപ്പോഴും കരുതൽ എന്താ വെച്ചാൽ നേരം വിളിക്കുമ്പോൾ അറസ്റ്റ് ഉണ്ടാവുന്നില്ലതാ. പക്ഷെ ഒന്നും വീണ്ടും പരാതി കൊടുത്തു. ഇന്നലെ മൊഴി കൊടുത്തു. പിന്നെ രാത്രി വിളിച്ച് മൊഴി മാറ്റി കൊടുത്തു, മാറ്റി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ മൊഴി മാറ്റുക, നമ്പർ മാറ്റുക എന്നുള്ളതല്ലാതെ ഒരു പുരോഗമനം ഇതിന്റെ പേരിലില്ല. ഇതുവരെ അവരെ കസ്റ്റഡിയിൽ എടുക്കുക ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിക്കലും ആണല്ലോ. ഒരു വിളി 14-ാം തീയതി തന്നെ ഈ പ്രതികളെ വിളിച്ച് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ്ട് സംസാരിക്കുകയാണെങ്കിൽ വിഷയമല്ല. ഓല ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഭീഷണി വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതായത് ഇന്നലെ പോലീസ് വന്ന് നമുക്ക് നടപടി എടുക്കാമെന്ന് പറഞ്ഞു പോവുകയല്ലാതെ അതിനകത്ത് ഒരു നടപടി കൃത്യമായി എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ക്ലബ്ബ് പ്രവർത്തകർ പറയുന്നത്. അവർ എപ്പോഴും അഡ്രസ്സും ഫോൺ നമ്പർ അടക്കം പോലീസിന് നൽകിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പിടിക്കാവുന്നതാണ്. പക്ഷേ അവരൊന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ കസ്റ്റഡി എടുക്കുക എന്നുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ളൊരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അത് എത്രയും പെട്ടെന്ന് വേണം എന്നുള്ളത് തന്നെയാണ് തുവൂരിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞു, മീഡിയ 1 മലപ്പുറം.